ഹലോ. ആ മനസ്സിലായി. ആ അതെ. കംപ്ലൈന്റോ? എപ്പോഴാ വന്നത്? ആ എന്താ കാര്യം? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. പഞ്ചരത്നത്തിലോ? ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. ആ എന്താ ഏട്ടാ, എന്തു പറ്റി? ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചരത്നത്തിലെത്തണം. എന്താ അമൃതേച്ചിയായിട്ട് എന്തെങ്കിലും പിണക്കുണ്ടായോ? എന്തോ കുഴപ്പമുണ്ടല്ലോ അമ്മേ. നീ അമൃതയെ ഒന്ന് വിളിച്ചു നോക്കി. അമൃതേച്ചിയെ വിളിച്ച ചിലപ്പോ സത്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല. അനിയത്തിമാരാരെങ്കിലും വിളിക്കാം. മോളെ അച്ചുവാ? ആരാ? അഭിയേട്ടൻ അനീത്തിയാണോ? ആ എന്താ പതിവില്ലാതെ വിളിക്കാൻ? ഫോണെടുക്ക. ഹലോ അച്ചു. ആരാധയല്ലേ? അതെ. എന്താ അച്ചു? ഒരു ചെറിയ കാര്യം, അത്രേ ഉള്ളൂ. സ്പീക്കറിലിട. എന്താ? അമൃതേച്ചിയെ വിളിച്ച ചിലപ്പോ ഉള്ളത് പറയില്ലല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ആരാധ്യയെ വിളിച്ചേ. ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ അച്ചു. അഭിയേട്ടനും അമൃതേച്ചിയും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിണക്കം വല്ലതും ഉണ്ടോന്ന് ചോദിക്കേ. അറിയില്ല, എന്ത് പ്രശ്നം? അല്ല, തമ്മില് പിണക്കം വല്ലതും ഉണ്ടോന്നൊരു സംശയം. അങ്ങനെ വല്ലതും പറഞ്ഞോ അമൃതേച്ചി? ഇല്ല, അങ്ങനെ പിണക്കമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. എന്താ അച്ചു? അഭിയേട്ടൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ അങ്ങനെ തോന്നി. പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കില്ല അച്ചു. ഞങ്ങളെ വിഷമിക്കുമെന്ന് കരുതി ഒന്നും പറയില്ല. അച്ഛന് എന്താ അങ്ങനെ തോന്നാൻ? എൻഗേജ്മെന്റിന്റെ കാര്യത്തില് അഭിയേട്ടനൊരു തീരുമാനം പറഞ്ഞില്ല. പിന്നെ ഇപ്പോ അഭിയേട്ടന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അമൃതേച്ചിയാണെന്ന് തോന്നുന്നു. അഭിയേട്ടൻ ആകെ ടെൻഷനായിന്ന് തോന്നി. പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങോട്ടേക്കാ വന്നിരിക്കുന്നെ. ഇങ്ങോട്ടോ? അതെ, പഞ്ചരത്നത്തിലേക്കാണെന്നും പറഞ്ഞ ഇറങ്ങിയത്. എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് തോന്നി. ഓവോ, എന്നാ വരട്ടെ. കാര്യം എന്താന്ന് അറിയാലോ. അങ്ങനെ ചോദിക്കാനൊന്നും നിൽക്കണ്ട. അവര് തമ്മിൽ സംസാരിച്ച് എല്ലാം സോൾവ് ആക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് ഞങ്ങൾ ഏറ്റച്ചു. അതെ, ഞങ്ങൾ ഏറ്റു. ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും, അത് സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. അച്ഛ ധൈര്യമായിട്ടിരിക്കെ. ശരിയാണ് ചേച്ചി, എല്ലാം നല്ലതിനായിരിക്കും. ശരി, വയ്ക്കുവാണേ. എന്തായിരിക്കും കാര്യം? അഭിയേട്ടൻ വരട്ടെ മോളെ. അവരെ തമ്മില് വേറെ ആരും കേൾക്കാതെ സംസാരിപ്പിക്കാനുള്ള വഴി നോക്കണം. പിന്നെ അഭിയേട്ടൻ വരുമ്പോഴേക്കും കൃഷ്ണേട്ടനൊന്ന് മാറ്റി നിർത്തണം. തമ്മില് കണ്ട ചിലപ്പോ വഴക്കാവും. എന്തു പറഞ്ഞു മോളെ? ഹേയ്, കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അവർ തീർത്തോളാന്ന് ഏറ്റിട്ടുണ്ട്. ഹലോ. മോളെ സുഖാണോ അവിടെ? സുഖാണോന്ന് ചോദിച്ചാ ട്രെയിനിങ് കഷ്ടപ്പാട് തന്നെയാ. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടണമെന്നല്ലേ ഉള്ളൂ മോളെ, അതങ്ങ് സഹിക്കാം. അതെ, പോസ്റ്റിംഗ് ഒക്കെ ആയ പിന്നെ ഈ കഷ്ടപ്പാടൊക്കെ തീർന്നില്ലേ? അല്ലേ അച്ഛാ? ആ ഒരു പ്രതീക്ഷയില്ല ഞാനും. പക്ഷെ പോസ്റ്റിംഗ് ആയാലും വീടിനടുത്ത് കിട്ടില്ലല്ലോ. എനിക്ക് വല്ലാത്ത ഹോം സിക്നെസ്സാ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. കുറച്ചു കാലത്തേക്കല്ലേ, അത് കഴിഞ്ഞാ ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ച് വരാനല്ലോ മോളെ. പിന്നല്ലാതെ. മോളെ, മാർച്ച് 5-ന് 2 ദിവസം മുമ്പേ മോൾ ഇവിടെ എത്തണം. എൻഗേജ്മെന്റ് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? നടക്കുമെന്ന് തോന്നുന്നില്ല.
ഇവിടുന്ന് ലീവ് കിട്ടുന്ന കാര്യം സംശയോ? അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എൻഗേജ്മെന്റ് എന്റെ മോളില്ലാതെ എങ്ങനെ നടത്തുക? നീ ഒരു കാര്യം ചെയ്യ്, റാണി മാഡത്തിനോട് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. പറഞ്ഞ മനസ്സിലാവുന്ന കൂട്ടത്തിലല്ല റാണി മാഡം. ഞാനില്ലെങ്കിലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ദേ മോളെ, ആരുണ്ടെങ്കിലും നിനക്ക് പകരം ആവില്ലല്ലോ. ഈ മാസം 3-4 ദിവസം ലീവ് ഉണ്ട്. അതുകൊണ്ടാ അടുത്ത മാസം ലീവ് കിട്ടുമെന്ന് പേടി. അല്ലെങ്കിലും ഞാൻ വന്നില്ലെങ്കിലും ട്രെയിനിങ് കട്ട് ചെയ്യാതിരുന്നാ മതിയല്ലോ അമൃതേച്ചിക്ക്. എന്താ? ആതിരയാ വീഡിയോ കോളില് ചേച്ചി എത്തിയിട്ടുണ്ട്. അവൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷേ ലീവ് കിട്ടുമെന്ന് സംശയം. ലീവ് കിട്ടലും വീട്ടിൽ വരലും ഒന്നല്ല പ്രധാനം. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അവള് കട്ടാക്കി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.